ഹലോ പ്രവീൺ സാർ. KA02 BC999. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉടനെ വേണം. ഓക്കെ സാർ. സാറേ, ആ വണ്ടി ഇട്ടിട്ട് പോയ ഡ്രൈവറുടെ ലൈസൻസ് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട് സാർ. ഇവിടെ വന്നവൻ ഇവനാണോ? ആ അതെ സാർ, ഇവൻ തന്നെയാ സാറേ. ഇവനാണോ? ഇവൻ ഇവിടെ ഒരിക്കലും വരാൻ വഴിയില്ല. അതെന്താ? ഇവൻ അതിന് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. ഈ കംപ്ലൈന്റ് ലെറ്ററിനും നിങ്ങളുടെ മോൾക്കും ഇവനും തമ്മിൽ എന്താ ബന്ധം? മാഡം പറഞ്ഞേക്കാം. Will you shut up? ഈ കംപ്ലൈന്റ് ഉള്ള അതേ വണ്ടി തന്നെയാണ് നിങ്ങളുടെ മോളെ കിഡ്നാപ്പ് ചെയ്ത അതേ സ്ഥലത്ത് ക്രോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ മോളെ തട്ടിക്കൊണ്ടുപോയവര് ദേ ആർ ട്രൈങ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ്. ഇതെല്ലാം നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ എഴുത്തുകാരൻ്റെ വീട്ടിലേക്ക് പോയതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലും കൂടുതൽ ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ അതിപ്പോൾ തന്നെ എന്നോട് പറയണം. മാഡം, പൂജമോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് മാഡം. ഇത്രയൊക്കെ ആയിട്ട് നമ്മളിത് പറയാതിരുന്നാൽ ഉറപ്പായിട്ടും ഇത് തെറ്റായി പോകും മാഡം. പറഞ്ഞേക്കാം. ഒരു ദിവസമായി ആരാ ചെയ്ത എന്താ മോട്ടീവ് എന്നറിയാതെ ഈ കേസിന്റെ പിന്നാലെ ഞാൻ നടക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ലെങ്കിൽ ഐ കാൺ ഹാൻഡിൽ ദിസ് എനിമോർ. ഒരു വർഷത്തിന് മുൻപ് രവി എന്ന കാർ ഡ്രൈവർ ഈ സ്റ്റേഷനിൽ വന്ന് ഇതേ കംപ്ലൈന്റ് തന്നിരുന്നു. വണ്ടി നമ്പർ KA0 അല്ല, ഇത് കർണാടക രജിസ്ട്രേഷൻ ആണല്ലോ. അതെ സാർ. വണ്ടിയുടെ ചാവിയും ഫോട്ടോക്കെ ഇങ്ങെടുത്തേ. എന്തിനാ സാർ? ഒരു പെണ്ണിനെ കടത്തി കൊണ്ടുപോയിക്കണോ? അതിന്റെ സീരിയസ്നെസ് അറിയാണ്ട് സംസാരിച്ചോണ്ടിരിക്കണോ? ഇങ്ങെടുത്തേ, എട്. പോയാ ബെഞ്ചിൽ പോയിരിക്കും. പോ. എന്തിനാ സാർ? ഞാൻ ഇൻസ്പെക്ടറെ കേട്ട് ഇൻഫോം ചെയ്തിട്ട് വരാം. പോ, അവിടെ പോയിരിക്കേ. ഇൻസ്പെക്ടർ എപ്പോ വരും സാർ? കുറച്ച് സമയത്തിനുള്ളിൽ വരും. നീ അവിടെ പോയിരിക്കേ. ഒരു പെൺകുട്ടിയെ ബന്ധപ്പെട്ട കിഡ്നാപ്പ് കേസ് ആയതുകൊണ്ട് ആ ക്യാബ് ഡ്രൈവറെ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരുന്നു. അടുത്ത ദിവസം വെളുപ്പാങ്കാലത്ത് തന്നെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയെ ഇവിടെ അടുത്തുള്ള ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. കൂട്ട ബലാത്സംഗത്തിനിരയായതുകൊണ്ട് ആ പെൺകുട്ടിക്ക് സിവിയർ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം മീഡിയ സെൻസേഷൻ ആയതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഗവൺമെന്റിന്റെ പ്രഷർ വളരെ കൂടുതലായിരുന്നു. ബിപി ചെക്ക് ചെയ്തായിരുന്നു? ആ ചെക്ക് ചെയ്തു. ഓക്സിജന്റെ ലെവൽ നോർമൽ. പൾസിന്റെ സ്റ്റാറ്റസ് സ്റ്റേബിൾ ഡോക്ടർ. ഓക്കെ സർ, പ്ലീസ് സ്റ്റേ ഹിയർ. നിങ്ങളൊന്ന് വേഗം വന്നേ. ആ സമയം കമ്മീഷണറായിരുന്ന മാഡമാണ് ഈ കേസ് ഹാൻഡിൽ ചെയ്തത്. അവരോട് ഞാൻ ഇപ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. അക്യൂസ് മൊത്തം 4 പേരാണ്. അവർക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും എനിക്ക് തന്നെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുണ്ട്. വി ആർ ട്രൈങ് അവർ വെരി ബെസ്റ്റ്. നിങ്ങളുടെ എവരുടെയും കോപ്പറേഷനാണ് ആവശ്യം. ആ കുട്ടിയുടെ പേരും ഫോട്ടോയും നിങ്ങൾ ആരെയും എവിടെയും ഷെയർ ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് മൈ പേഴ്സണൽ റിക്വസ്റ്റ്. ഇപ്പൊ ആ കുട്ടിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് മാഡം? ആ കുട്ടിക്ക് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്, പക്ഷെ കണ്ടീഷൻസ് വളരെ സ്റ്റേബിളാണ്. ആ ക്യാബ് ഡ്രൈവർ തന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിൽ ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ടുപിടിക്കണമെന്ന് മാഡത്തിന് വാശിയായിരുന്നു. പൊന്ന ചെറ്റകള്, എന്ത് ചെയ്താലും ഇതുപോലുള്ള അയോഗ്യന്മാർ ഒരിക്കലും പിന്മാറിയില്ല. അതുകൊണ്ടാണ് മാഡം ഈ കേസ് മാഡത്തിനെ ഏൽപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം ഇന്ന് തന്നെ ആ 4 അക്യൂസിനെ പിടിക്കുക തന്നെ ചെയ്യണം. മാം, ആ ക്യാബ് ഡ്രൈവറെ സ്റ്റേഷനിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. അയാളെ വിട്ടേക്കാൻ പറയട്ടെ. മാം, പ്രൈവറ്റ് നമ്പറിൽ നിന്നാ കോള്. ഹലോ. നമസ്കാരം കമ്മീഷൻ മാഡം. ആരാണ്? നിങ്ങൾ എനിക്കൊരു ഫേവർ ചെയ്യണം. നിങ്ങൾ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന 4 പേരിൽ ഒരാള് എന്റെ മകൻ സിദ്ധാർത്ഥാണ്. അവന്റെ ഫോട്ടോയും അവന്റെ പേരും പുറത്തു വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. സോറി, ഇതൊന്നും എന്നെ കൂടി ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റാരും ഇത് ചെയ്യില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇനി നിങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റിന്റെ അടുത്ത DGP നിങ്ങളായിരിക്കും. നിങ്ങൾ എനിക്ക് തരുന്ന സഹായത്തിന് ഞാൻ തിരിച്ചു തരുന്ന ചെറിയൊരു സമ്മാനം. ഐ നീഡ് സം ടൈം. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കുറച്ചു നേരത്തിനുള്ളിൽ ആ പെൺകുട്ടി മരിച്ചുപോയി. ഇതോടെ മീഡിയയുടെ ഇടയിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള ചോദ്യം ഉയർന്നു. മാഡം, എപ്പോഴാണ് അക്യൂസിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ജനനി മരിച്ചുപോയത് ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. ഇതുപോലൊരു സംഭവം ഇനി ഒരിക്കലും നടക്കില്ല. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരുടെ പേരിൽ നിയമപരമായി നടപടിയെടുക്കുകയും ചെയ്യും. സാറേ. സാർ. ആ ഡ്രൈവറോടെ അവിടെ ഇരുത്തിയിട്ടുണ്ട് സാറേ. നമസ്കാരം സാർ.
എന്താ സാറേ? പേടിക്കണ്ട, ഒന്നുമില്ല. പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ക്യാബ് ഡ്രൈവർ രവിയെ ക്രൈം നടന്ന ലൊക്കേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 പ്രതികളെയും അവനോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. നോക്കി പറഞ്ഞേ, ഇവര് തന്നെയാണോ ആ 3 പേരും? മേഡം മേഡം ഇവന്മാരാ മേഡം, ഇവന്മാര് തന്നെയാ മേഡം, ഇവന്മാര് തന്നെയാ, ഇവരാ ചെയ്തേ, ഇവര് തന്നെയാ. ആ ക്യാബ് ഡ്രൈവർ തന്ന കംപ്ലൈന്റ് ഡിസ്പോസ് ചെയ്തിട്ട് അവനാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള എവിഡൻസ് ഉണ്ടാക്കി. ആ പെൺകുട്ടി മരിച്ച കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതേ സ്ഥലത്ത് വെച്ച് തന്നെ പ്രതികളെ എൻകൗണ്ടർ ചെയ്തതുകൊണ്ട് ന്യൂസ് വൈറലായി നാഷൻ വൈഡ് സെൻസേഷനായി. പേരിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഒരു എൻക്വയറി നടത്തി. തെറ്റ് ചെയ്യുന്നവന്മാരെ എപ്പോൾ നോക്കിയാലും തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിലൊന്നും മാറ്റം വരുത്താനായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഞാനൊന്നും ജസ്റ്റിഫൈ ചെയ്യല്ല. ഞാനിത് ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് ആര് വന്നാലും ഇത് തന്നെ ചെയ്യുള്ളൂ. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. നിങ്ങൾ ആരെയാണോ രക്ഷിച്ചത് അവൻ്റെ വണ്ടി പൂജ മിസ്സിംഗ് ആയ ലൊക്കേഷൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. പൂജയുടെ ബിലോങ്ങിങ്സ് എല്ലാം ക്രൈം നടന്ന അതേ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എൻകൗണ്ടറിൽ കൊന്നുകളഞ്ഞ രവി വീണ്ടും അതേ കംപ്ലൈൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. അവനുമായി ബന്ധപ്പെട്ട ആരോ ആണ് ഇതിൻ്റെ എല്ലാം പുറകിലെന്ന് എനിക്ക് തോന്നി. പ്ലാൻ ചെയ്യും പോലെയുണ്ട്. നടന്ന സംഭവങ്ങളെല്ലാം റീക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, മരിച്ചുപോയവൻ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുന്നേ? ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഉടനെ വേണം. ഓക്കെ സാർ. മാം, ചീഫ് സെക്രട്ടറി. മാം, സിഎം നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വേഗം വരൂ. ഓക്കെ മാം. ഐ ഹാവ് ടു ഗോ. പറയൂ പ്രവീൺ. ആ ബൈക്കിലുള്ള സ്റ്റിക്കറിന്റെ സർവീസ് സെന്റർ കണ്ടുപിടിച്ചു സാർ. അതവൻ സെക്കൻഡ്സ് വാങ്ങിയതാ. ഇപ്പോഴും പേപ്പറിലെ പേര് മാറ്റിയിട്ടില്ല. അതിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ട്. അത് ഞാൻ സാറിന് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഐ ചെക്ക്. ചേട്ടാ ഒരു ചായ. പറയാൻ വർ. സർ, അവന്റെ പേര് സിദ്ധാർത്ഥ് ദേവേന്ദ്ര. AB ഗ്രൂപ്പ് ഫൗണ്ടർ ദേവേന്ദ്ര റെഡ്ഡിയുടെ മകനാണ്. അവൻ കർണാടകയിൽ ഇല്ലെന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ട്. KA02BC999 എന്ന BMW കാറിൽ ചെന്നൈ ടു ബാംഗ്ലൂർ ഹൈവേ ശ്രീപെരുമ്പത്തൂർ ടോൾ വഴി എൻ്റർ ആയിട്ടുണ്ട്. വേറെ ഒരു ടോളിലും എക്സിറ്റ് ആയിട്ടും ഇല്ല. വണ്ടി ഇപ്പോഴും സിറ്റി ലിമിറ്റിൽ തന്നെ ഉണ്ട് സർ. അവൻ റീസെന്റ് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിലോ റിസോർട്ടിലോ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ നോക്ക്. ഓക്കെ സർ. സാർ, എന്ത് ചെയ്തോണ്ടിരിക്കുക? വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയാണ് സാർ. അവസാനം എന്താ എഴുതിയേ? സാർ, സിദ്ധാർത്ഥ് ദേവേന്ദ്ര ചെന്നൈയിൽ തന്നെയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടും അവന്റെ പേരിലുള്ള ഗസ്റ്റ് ഹൗസും അതുമല്ലാതെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും മുൻപേ തന്നെ അന്വേഷിച്ച് തീരുമാനമെടുക്കണമെന്ന് വിക്രം അൻവറിനോട് പറഞ്ഞിരുന്നു. അതിനു മുമ്പ് എന്താ എഴുതിയിരിക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ നിന്നും DGP ഇറങ്ങിപ്പോകുന്നു എന്ന് എഴുതിയിട്ടുണ്ട് സാർ. സാർ, അതിന് മുന്നേ BA എൻകൗണ്ടറിൽപ്പെട്ട 3 പേരെയും പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എഴുതിയിട്ടുണ്ട് സാർ. അത്രേ എഴുതിയിട്ടുള്ളൂ? അതെ സാർ. ശരി, ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഓക്കെ സാർ.